ജീവൻ രക്ഷിക്കാനുള്ള ധൈര്യവും സമർപ്പണവും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യ സേവനം സാധ്യമാകുന്നത്. ഏതൊരു അപകട സാഹചര്യത്തിലും ശാന്തതയോടെ മനുഷ്യരെയും മറ്റു സഹജീവികളെയും രക്ഷിക്കാൻ വേണ്ടി മുതിരുന്നവരാണ് റെസ്ക്യൂ പ്രവർത്തകർ. അത്തരത്തിലൊരു നിശബ്ദ സേവനത്തിൻ്റെ മുഖമാണ് പ്രബീഷ് ഗുരുവായൂർ. പാമ്പുകൾ ഉൾപ്പെടെ നിരവധി ജീവികളെ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തകനായി പ്രബീഷ് ശ്രദ്ധേയനാണ്. ജീവൻ രക്ഷിക്കുന്ന ദൗത്യത്തിലേക്ക് താൻ എത്തിച്ചേർന്ന യാത്രയെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് പ്രബീഷ് ജീസയോട് പങ്കുവയ്ക്കുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പം എങ്ങനെയാണ് ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെട്ടത്? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 18-ാം വയസ്സിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. അന്ന് ഒരു 6 മാസത്തോളം കിടപ്പിലായിരുന്നു. പലയിടത്തും ഈ പാമ്പ് കടിയേറ്റതും ഈ മൃഗങ്ങളെ ആക്രമിച്ചതൊക്കെ ആയിട്ട് വിളികൾ വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ അന്നൊക്കെ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് കുറേശ്ശെ ചെയ്തിപ്പോൾ എല്ലാ റെസ്ക്യൂ ചെയ്യാനുള്ളൊരു ഇതിലെത്തി. ഇപ്പോൾ പാമ്പുകളെ വന്യജീവികളെ മാത്രമല്ല, ഇപ്പോൾ വേറെ മനുഷ്യന്മാർക്ക് അപകടം പറ്റിയാലും എന്ത് അപകടത്തിലും നമുക്ക് ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോൾ പേടിയുണ്ടായിരുന്നോ തുടക്കത്തിലൊക്കെ? എങ്ങനെയാണ്? സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പേടി മാറി. ഇപ്പോൾ എന്തും എവിടെയും കയറി ചെല്ലാനുള്ളൊരു ചങ്കുറ്റുണ്ട്. 2-3 ദിവസമായിട്ട് മരിച്ച് അഴുകിയ ചടങ്ങുകൾ വരെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അതൊക്കെ എങ്ങനെയാണ്? അതിനൊക്കെ 2 ആഴ്ചയിലൊക്കെ പഴക്കമുള്ള ജടങ്ങൾ വരെ എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ട് അതിന് പോകുമ്പോൾ എങ്ങനെയൊരു മാനസികാവസ്ഥ? ചെറുപ്പം മുതൽ ചെയ്തൊരു മനസ്സിനൊരു ധൈര്യമുണ്ട്. മനുഷ്യന്മാർ പല ടൈപ്പിലുള്ളവരിനെ കിട്ടാറുണ്ട്. കഞ്ചാവ് അടിച്ച് വയലൻ്റായിട്ട് അങ്ങനത്തെ ഈ സ്വന്തം വീട്ടുകാർക്ക് ഒരു അക്രമമായിട്ടുള്ളവരിനെ പിടിച്ചിട്ടൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ പോകാറുണ്ട്. എത്ര വർഷമായി ഇത്തരം ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്? ഒരു 20 വർഷത്തിന് മേലെയായി മേഖലയ്ക്ക്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വന്യജീവികൾ മാത്രമല്ല വളർത്തുമൃഗങ്ങളും ചിലപ്പോൾ അപകടകാരികളായേക്കാമെന്ന്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ തന്നെ വീട്ടിൽ വളർത്തുന്ന ആളിനെ തന്നെ കടിച്ചിട്ട് നമ്മൾ പോയിട്ട് അതിനെ പിടിച്ച് കൂട്ടിലടച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് ചോലുപടിയിലൊരു സംഭവം ഉണ്ടായത്, വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച ആളുടെ കാലിൻ്റെ മസിൽ കടിച്ച് നല്ല ആഴത്തിൽ പരിക്കേൽപ്പിച്ചിട്ട് അതിനെ നമ്മളെ വിളിച്ചു. നമ്മൾ ചെന്ന് അതിനെ പിടിച്ച് കൂട്ടിലാക്കി. അത് പിറ്റത്തെ ദിവസം സാധനം ചത്തു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് എന്നുള്ളത്, വിഷം ഉണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ കൊണ്ടുപോയിട്ട് മണ്ണുത്തി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. ഈ വിഷമുള്ള ജീവികളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സുരക്ഷാ നടപടികളായിട്ട് മുൻകരുതലുകൾ എടുക്കാറുള്ളത്? എന്തൊക്കെയാണ് മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് അധികം പോവില്ല. പരമാവധി ഗ്യാപ്പിട്ട് നിന്നിട്ടാണ് റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കാറ്. അതിനപ്പോൾ അവിടെ കണ്ട എന്താ ഉപകരണം വെച്ചെങ്കിൽ അതുകൊണ്ടാണ് പരമാവധി ചെയ്യാറ്. കുറച്ച് ഉപകരണങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പാമ്പിനെ പിടിക്കാനാണ് ചൈന റെസ്ക്യൂ കിറ്റ് ഉണ്ട്. അതല്ലാതെ ഓരോന്നിനെ പിടിക്കാനും പല ഇതാണ്. ഈ വിഷളിക നായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അകലെ നിന്നിട്ട് പിടിക്കാൻ പറ്റും. അത് ശബ്ദം കേട്ടോടത്തേക്കാണ് ഇത് അറ്റാക്ക് ചെയ്യുക. എന്നുവെച്ചാൽ അവർക്ക് ശരിക്കുള്ളൊരു കണ്ണ് കാണലുണ്ടായിരിക്കില്ല. ആറടിക്ക് കണ്ണ് കാണില്ല. ഇവരിങ്ങനെ വട്ടം കറങ്ങും. പിന്നെ ഓടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് വീഴും. അതുപോലെ നമ്മൾ ചെന്ന് സംസാരം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒരു നില പോലെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്ക് ചാടിക്കടിക്കും. അങ്ങനെ ഒരുപാട് എണ്ണത്തിന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഈ കടന്നൽകൂട് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ സുരക്ഷ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ? അത് നമ്മൾ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനുള്ള ഉപകരണങ്ങൾ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. സാധാരണ ഒരാളുടെ വീട്ടിലിപ്പോൾ ഒരു കടന്നൽ കൂട് കണ്ടു പെട്ടെന്ന് ഇളകി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് ഇതിനെ പറ്റുന്ന ഒരു ധാരണ ഉണ്ടാവില്ല. അവർ പെട്ടെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക? അത് ഒന്നുമല്ലേ വല്ല മുണ്ട എന്തെങ്കിലും പുതച്ചിട്ട് താഴത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ നിലത്ത് ഓടിക്കഴിഞ്ഞത് നമ്മളെ പിന്നാലെ വന്നിട്ട് കുത്തുള്ളൂ. എത്ര ദൂരം ഓടിയാലും 1.5 കിലോമീറ്ററിന് മേലേക്ക് ഇത് ഓടി വരും. പിന്നാലെ പറന്ന് വന്നിട്ട് ആക്രമിക്കാറുണ്ട്. ഇതുപോലെ തന്നെ പാമ്പിനെ കണ്ട ഏറ്റവും നല്ലത് കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ട് പാമ്പിനെ ലൊക്കേറ്റ് ചെയ്യാൻ എങ്ങോട്ട് പോകണമെന്നുള്ളത്. എന്നിട്ട് അടുത്തുള്ള റെസ്ക്യൂർമാരെ ആരെങ്കിലും വിളിക്കുക. അതാണ് ഏറ്റവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പലയിടത്തും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണെണ്ണ ഒഴിക്കുക, ഡീസൽ ഒഴിക്കുക, അങ്ങനെ പലരും ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത. മണ്ണെണ്ണയ്ക്ക് ആയി കഴിഞ്ഞാൽ ഇവരെ സ്കിന്ന് കംപ്ലീറ്റ് പൊള്ളിയിട്ട് ഇങ്ങനെ അടന്നു പോരാറുണ്ട്. ആളുകൾക്ക് വ്യക്തമായൊരു ധാരണയില്ലാത്ത പ്രശ്നമുണ്ട്. പലരും പാമ്പ് കടിയേറ്റാൽ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്.
വലിച്ചു കെട്ടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പാമ്പ് കടി ഏറ്റാൽ ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തും മുൻപുള്ള ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത്? പാമ്പ് കടിയേറ്റാൽ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ പറയുന്നത് കേട്ടുള്ളത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ എന്നൊക്കെയാണ്. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊരു വിരൽ കടക്കുന്ന വെച്ചിട്ട് വേണം കെട്ടാൻ. എന്നിട്ട് അത്രയും ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ പാമ്പിനെ ചിലർ കടിച്ചു കഴിഞ്ഞ് പാമ്പ് ഏതാണെന്ന് ഇങ്ങനെ തിരഞ്ഞ് നടക്കും. അങ്ങനെ നടക്കാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. പാമ്പ് കടിച്ച ഉടനടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആളിനെ നടത്താതിരിക്കുക, പിന്നെ ആളെ എടുത്തു കൊണ്ടുപോകുക, അധികം ടെൻഷൻ അടിക്കാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ പെട്ടെന്ന് വെനം കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു, അതൊന്ന് പങ്കുവയ്ക്കാമോ? റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ കൂടെയൊക്കെ പോയിട്ട് നമ്മൾ ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസ് അംഗമാണ്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് വയനാട് ചൂരൽമല ദുരന്തമാണ്. അത് ആദ്യം സർക്കാർ വണ്ടി വിട്ടെന്നിട്ട് പോയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ വീടോ പറമ്പോ ഒന്നും അറിയാത്തൊരു കണ്ടീഷനിൽ എല്ലാം നിരപ്പായിട്ട് കിടക്കണമെന്നാണ്. കിണറുണ്ടോ കുളമുണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നടക്കുമ്പോൾ നമ്മൾ വടി കൊണ്ട് കുത്തി നോക്കിയിട്ട് വേണം നടക്കാൻ. ഫ്രണ്ടിൽ എന്താണ് കുളമാണോ കിണറാണോ ഒന്നും അറിയില്ല. പിന്നെ അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ റിങ് ചെയ്തിട്ട് ലൊക്കേഷൻ നോക്കിയിട്ട് മാന്തി നോക്കുമ്പോൾ അവിടെ ഒരു അമ്മയും കുഞ്ഞും കൂടിയിട്ട് ഉള്ള ഒരു ബോഡിയാണ് കിട്ടിയത്. അത് ഈ സാധാ കീപാഡ് ഫോണായതുകൊണ്ട് ആ സാധനം കിടന്ന് റിങ് ചെയ്തായിരുന്നു മണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെ റിങ് ചെയ്തിരുന്ന സ്ഥലത്ത് മാന്തി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബോഡി കിട്ടി. മറക്കാൻ പറ്റാത്ത. ഇപ്പോൾ ഗുരുവായൂർ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും ഗുരുവായൂർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പേപ്പട്ടി ശല്യം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ 10-ലധികം പേരെ കടിച്ച് വിഷബാധയേറ്റ പട്ടി കടിച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ആശുപത്രികളിലൊക്കെ. അപ്പോൾ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിഷബാധ ഏറ്റ നായ്ക്കളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കുറുനരി പോലുള്ള ഇതിനൊക്കെ കടിക്കുമ്പോഴാണ് നായ്ക്ക് വിഷബാധ ഉണ്ടാവണമെന്നാണ് നമ്മളെ അറിവ്. കടിക്കുമ്പോൾ നമ്മളെ അറിവ് അങ്ങനെയാണ്. കറക്റ്റായിട്ട് ഇതറിയില്ല. പക്ഷേ ഇതിനെ കണ്ടാൽ തിരിച്ചറിയാൻ ഒന്നോലെ ഇതിങ്ങനെ റൗണ്ട് അടിക്കണ്ടായിരിക്കും നായ. പിന്നെ ഇത് ഓടുമ്പോൾ റെഡിക്ക് കണ്ണ് കാണില്ല, എവിടെയെങ്കിലും മരത്തമ്മല മതിലുമ്മലൊക്കെ ഇടിച്ചിട്ട് വീഴും. അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വായന്ന് വെള്ളം അത് ഓടുമ്പോൾ എല്ലാം ഒരുവിധ നായ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത് ഇതാണ്. ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഓടുകയാണെങ്കിലും വീട്ടിൽ ഇടയ്ക്ക് വീഴും, തന്നെ കെട്ടിമറിഞ്ഞ് വീഴും. പിന്നെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ചാടിക്കടിക്കും ആൾക്കാരന്. ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അയാളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ള മാത്രമേ ഉള്ളൂ. അവിടെ ഒന്ന് സോപ്പിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാണ് നല്ലത്. ഈ ഒരു രംഗത്ത്, അല്ലെങ്കിൽ ഈ റെസ്ക്യൂ രംഗത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായ എന്തൊക്കെയാണ് ആവശ്യമായ കാര്യങ്ങൾ? ആവശ്യമായ കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സ്വയം ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ആയാലും ഫോറസ്റ്റിൻ്റെ ആയാലും ദുരന്ത നിവാരണ സേനയുടെ അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. അതും നമ്മുടെ ഒരു മനസ്സുള്ളൊരു ധൈര്യം കൂടിയിട്ടാവുമ്പോൾ. മൃഗങ്ങളെയൊക്കെ പിടിക്കണമെങ്കിൽ അതിനൊക്കെ എന്ത് ട്രെയിനിങ്ങുകളാണ്? മൃഗങ്ങളെ പിടിക്കാന്ന് വെച്ചാൽ അധികം നമ്മളപ്പോൾ ചെന്നിട്ട് എങ്ങനെയാണ് സാഹചര്യം അതിനനുസരിച്ച് ട്രെയിനിങ്ങുകളെന്ന് വെച്ചാൽ ഈ പാമ്പിനെ ഇതിനൊക്കെ പിടിക്കാൻ ഫോറസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള മൃഗങ്ങളെ പിടിക്കാൻ നമ്മൾ സ്വയം നമ്മളെ ഐഡിയക്ക് ഓരോ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങളാണ് ഈ സമൂഹം നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതിനുള്ള ഉപകരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. ഈ മുള്ളൻപന്നിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പേടിച്ചിട്ട് ചിലപ്പോൾ മാറി നിൽക്കും, പക്ഷെ അത് പേടിച്ചാലും അത് ഈ മുള്ളുകൾ പുറത്തേക്ക് ഇടുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ കാണുമ്പോൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? മുള്ളൻപന്നീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും നീങ്ങുന്ന ആദ്യം, അത് നമ്മളെ വന്ന് ആക്രമിക്കുന്നില്ല. ഈ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത്, ഈ പിക്ചറിലൊക്കെ കണ്ടിട്ടുള്ള മുള്ള് തെറിപ്പിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സാധനം മുള്ള അങ്ങനെ തെറിപ്പിക്കുന്നില്ല. ഇത് മുള്ള് വിടർത്തിയിട്ട് വന്നിട്ട് കുത്താണ് ചെയ്യുന്നത്. പോണില്ല. അങ്ങനെ വെച്ചാൽ ഞാനൊരുപാട് എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. ഇപ്പം ഇന്നലെയും കൂടി പിടിച്ചിട്ടുള്ള
ഗുരുവായൂരിൽ തന്നെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് ഞാൻ പോയിട്ട് വലയിട്ട് പിടിച്ചു. പൊതുജനങ്ങളോട് പറയാൻ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നൽകാനുള്ള എന്തെങ്കിലും സന്ദേശം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്യജീവികളെയോ അല്ലെങ്കിൽ ഇപ്പോൾ സാമൂഹ്യ സേവനത്തിനോ ഇറങ്ങുന്നവരോട് പറയാനുള്ള എന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ അത് പറയാം. സേവനത്തിന് ഇറങ്ങുന്നവരോട് എന്ന് വെച്ചെങ്കിൽ ആദ്യം സ്വയം രക്ഷ നോക്കുക. എന്താ വെച്ചാൽ പല മൃഗങ്ങളും പല രീതിയിലാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. ഇപ്പോൾ ഒരു നായ തന്നെ ആയാലും ചിലത് വളരെ സൈലൻ്റ് ആയിരിക്കും, ചിലത് നമ്മളടുത്തെത്തുമ്പോഴേക്കും നമ്മളെ ചാടി കഴിക്കും. അതുപോലെ പോത്തിനെ പിടിക്കാൻ പോകുമ്പോഴും പോത്തുകളായാലും ചിലത് നമ്മളെ വളരെ അകലിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കാൻ വരും, ചിലത് അടുത്തെത്തിയാലേ ആക്രമിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെപ്പോഴും നമ്മളെ സുരക്ഷ നോക്കിയിട്ട് നമ്മൾ മാറാൻ റെഡി ആയിട്ട് നിൽക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന നേരത്ത് ആ മൃഗത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. വേറെ എവിടേക്കെങ്കിലും മൈൻഡ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജീവൻ വരെ അപകടത്തിൽപ്പെടാം. സർക്കാരിനോടോ സമൂഹത്തിനോടോ എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കാം? രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്ക് എന്ന് വെച്ചെങ്കിൽ ഏത് നിമിഷം അപകടം സംഭവിക്കാമെന്നുള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കാമെന്നുള്ളൂ. ഇതിൽ ഇറങ്ങുന്നത് കൊണ്ട് വേറെ ബെനിഫിറ്റ് കാര്യങ്ങൾ നമുക്ക് ഒന്നും കിട്ടുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് അതിന് വേണ്ട എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തു തന്നാൽ കുറച്ച് നല്ലതാണ്. നമ്മളെ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇറങ്ങുന്നതാണ്. പക്ഷേ എന്നതെന്ന് ആയാലും നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നതുള്ളൂ. നമുക്ക് ഇൻഷുറ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ളൊരിതുണ്ടായിരിക്കും. ജീവൻ രക്ഷിക്കുന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു ഉത്തരവാദിത്തമാണ് എന്ന് പ്രബീഷിന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹം കൂടുതൽ ബോധവൽക്കരിക്കപ്പെടുമ്പോൾ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഫലപ്രദമായി തീരും. നന്ദി.